എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴത്തെ ഇന്നത്തെ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നറിയാം, ഒരു മത്തിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഇന്ന് മത്തിക്കറി ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നറിയാം, ഇന്ന് വീട്ടിൽ മമ്മി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മൾ കറി ഏതായാലും ഉച്ചയ്ക്ക് ഉണ്ടാക്കണം. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് മീൻകാരൻ അതുവഴി പോയത്. ഒന്നും നോക്കിയില്ല, മത്തി അങ്ങ് വാങ്ങിച്ചു. നല്ല പച്ച മത്തിയായിരുന്നു കേട്ടോ. അപ്പം മത്തി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വലുപ്പമുള്ള മത്തിയായിരുന്നു. അപ്പോഴത്തേ മത്തി വാങ്ങിച്ച് ചട്ടി കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതുപോലെ മത്തി അതിനകത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ വെട്ടുവാണെങ്കിൽ ആ ചെരുമ്പിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഉപ്പിട്ട് മത്തി കഴുകുവാണെങ്കിൽ ഉപ്പിട്ട് വെട്ടിക്കഴിഞ്ഞിട്ട് ഉപ്പിട്ട് മത്തി കഴുകുവാണെങ്കിൽ ഇതുപോലെ നല്ലതായിട്ട് ആ സ്മെല്ലൊക്കെ മാറി നല്ല ക്ലീനായിട്ട് നമുക്ക് മത്തി കിട്ടുകയും ചെയ്യും. ഈ വലിയ മത്തി ആയതുകൊണ്ട് അത്യാവശ്യം നെയ്യും ഉണ്ടായിരുന്നു, മീൻ മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ, മീനിൻ്റെ മുട്ടയും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് മത്തിക്കറി വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ചട്ടി വെച്ചു, ഗ്യാസിലേക്ക് ചട്ടി വെച്ചു, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് എന്താ പറയുക ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് എന്താണ് ഇടുന്നത്, നമ്മുടെ മെയിൻ താരം കറിവേപ്പിലയിടും, പിന്നെ ഉള്ളി അരിഞ്ഞതും, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടും. അപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാനിട്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഈ പേസ്റ്റ് ഇല്ലാത്തവർ ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. അത്യാവശ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല എന്താ പറയുന്നത്, നല്ല എന്നിട്ട് ഇത് എത്ര ഇട്ടെന്ന് നമ്മളിന്ന് ചൂടാക്കി ആ വഴറ്റുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്മെല്ല്. നമ്മളിതുണ്ടാക്കുന്നത് മുളക് ചാറ് കേട്ടോ, മുളക് ചാറിട്ട് മീൻ കറി കേട്ടോ, അല്ലാതെ തേങ്ങാപ്പീരിട്ട് പറ്റിച്ചില്ല. തേങ്ങാപ്പീരിട്ട് വെക്കുമ്പോഴും നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ നല്ല ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ ഏതൊരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് എടുത്ത് ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് വാടിക്കഴിയുമ്പം നമ്മളതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ശകലം മതി കേട്ടോ. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, നല്ല എരിവ് വേണ്ട ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക, കുറച്ച് എരിവ് മതിയെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഇതിപ്പോൾ നമ്മൾ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടി ചേർത്ത് കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ചട്ടിയിലിട്ടിട്ട് നല്ലതുപോലൊന്ന് ഇളക്കുക. ഒരുപാട് കരിഞ്ഞ് പോവരുത്. ആ ഒരു അതിൻ്റെ ആ ഒരു ഒന്ന് വാടി വരത്തില്ലേ, ആ വാടി വരുന്നത് വരെ ഇതുപോലൊന്ന് ഇളക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇളക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒത്തിരി സമയം വെയിറ്റ് ചെയ്യില്ല കേട്ടോ. എന്നിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ലേശം വെള്ളം ഒഴിക്കുക. നമ്മുടെ മത്തിയുടെ അളവിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് സ്പൂൺ ഇട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കുക. അടിക്കൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നമ്മുടെ മീനിൻ്റെ ഈ നമ്മുടെ ഈ മുളക് ചാറല്ലേ, അതിലേക്ക് കുറച്ച് നമുക്ക് ചേർക്കണതാണ് കുടംപുളി അല്ലേ. അപ്പം നമ്മുടെ മീനിൻ്റെ അനുസരിച്ച് ഞാനൊരു 3-4-5 കുടംപുളി ഇട്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ പുളി മുന്നിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് കൂടുതലും, പുളിയാണ് ആഗ്രഹം. അപ്പോഴത്തേക്കും പുളി വേണമെന്ന് ആഗ്രഹമുള്ളവർ അതനുസരിച്ച് പുളി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് തിളയ്ക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വെട്ടിത്തിളയ്ക്കും. കാരണം നമ്മൾ വെട്ടിത്തിളയ്ക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ വെട്ടിത്തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മെയിൻ താരം മത്തി നമ്മൾ കറി വെക്കാനായിട്ട് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് സ്പൂണിട്ട് ഒന്ന് നന്നായിട്ട് അതിനെ ഒന്ന് മൂടുക. ചാറിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് മൂടിയിട്ട് നമ്മൾ എന്ത് ചേർക്കുക, കുറച്ചും കൂടെ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളങ്ങ് അടച്ചു വെക്കുക. ഞാൻ അടച്ചു വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അടച്ചു വെക്കേണ്ടവർക്ക് അടച്ചു വെക്കാം, അടച്ചു വെക്കേണ്ടാത്തവർക്ക് അടച്ചു വെക്കണ്ട കേട്ടോ. അപ്പോഴത്തേ നമുക്ക് ഇങ്ങനത്തെ കറി കൂട്ടുമ്പോഴത്തേക്കും കൂടുതലും നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ. ഇങ്ങനൊന്ന് കറി വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ തേങ്ങാപ്പീരിട്ട് വെക്കുന്നതും എളുപ്പമാണ്, എന്നാൽ എനിക്കൊന്ന് കുറച്ചും കൂടെ എളുപ്പം ഇതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഈ കറിയാണ് ഇവിടെ എല്ലാവർക്കും നമുക്ക് ഓൾറെഡി എരിവ് വേണ്ടവരായതുകൊണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം എരിവ് ചേർത്ത്. അപ്പോൾ ഇത്രയും മുളക് പൊടി ചേർക്കുമ്പോൾ ഇത്രയും മുളക് പൊടി ചേർത്തല്ലോ, എരിവാണല്ലോ എന്ന് ചിന്തിക്കേണ്ട കേട്ടോ. അത് എരിവില്ലാത്ത മുളക് പൊടിയായിരുന്നു. എനിക്കൊരുപാട് എരിവ് വേണ്ട, ഇവിടെ ബാക്കി എല്ലാവർക്കും എരിവ് വേണം. അങ്ങനത്തെ നമ്മുടെ മത്തിക്കറി അങ്ങ് തിളന്ന് തിളച്ച് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പൊക്കി പറയല്ല, നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും മത്തിക്കറിയൊക്കെ ഒന്ന് നല്ലതായിട്ട് തിളയ്ക്കാനായിട്ട് ഞാനത് അവിടെ വെച്ചു. അപ്പോഴത്തേക്കും നമുക്ക് മത്തിയുടെ കൂടെ കിട്ടിയ ഒന്നുണ്ട്, നമ്മുടെ മത്തിയുടെ മുട്ട അല്ലേ. അപ്പോൾ മത്തിയുടെ മുട്ടയും വേണം. പിന്നെ 2-3 കഷ്ണം മത്തി ഞാൻ വറക്കാനും വെച്ചായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ആ മത്തിയിൽ നിന്ന് ഞാനൊരു 4 മത്തി വറക്കാനായിട്ട് എടുത്തു. അപ്പം ഞാൻ അത് ക്ലീൻ ചെയ്ത് അത് ഇങ്ങനെ നടുക്കൂടെ വരഞ്ഞ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പും നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതും കൂടി മിക്സ് ചെയ്ത് പുരട്ടി അതങ്ങ് വെച്ചു. എന്നിട്ട് നമ്മുടെ
കറിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് തേഞ്ഞ മീനെല്ലാം വറുക്കാനുള്ളത് അതവിടെ വെച്ചു, പുരട്ടിയത് വറുക്കാനായിട്ട് വെച്ചു. അങ്ങനെ അപ്പം അവിടെ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മീൻ മുട്ട റെഡിയാക്കാൻ പോകും കേട്ടോ. മീൻ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത് ആ മുട്ടയും സബോളയും ഉള്ളിയും സബോളയും പച്ചമുളകും ഇതെല്ലാം കൊണ്ടിട്ട് കറിവേപ്പില എല്ലാം ഇട്ട് കൈകിട്ട് ഇച്ചിരി തേങ്ങാപ്പീരൊക്കെ ഇട്ടൊന്ന് ഞെരടി നല്ല അപ്പം പോലാക്കി നല്ല ഇതുപോലെ പരുവത്തിലാക്കിയിട്ട് നമ്മൾ ആ എണ്ണ വറുത്തില്ലേ. അപ്പം ഞാൻ ഓൾറെഡി മീൻ വറുത്ത വറുത്ത് കോരിയ ആ ചട്ടിയിലേക്ക് നമ്മുടെ മീൻമുട്ട റെഡിയാക്കി വെച്ചിട്ട് അതിലേക്ക് ഇടുമായിരുന്നു കേട്ടോ. അത് നമുക്ക് വരും വീഡിയോ കേട്ടോ, കുറേ വരും. ഇതുപോലെ ഞാനിട്ടു മീൻ വറുത്തത് കോരി ആ ബാലൻസ് വന്ന എണ്ണയിലേക്ക് ഇത് വിട്ടു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മീൻമുട്ട ഇങ്ങനെയൊക്കെ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീൻമുട്ട വെറുതെ വേസ്റ്റ് ചെയ്ത് മത്തയുടെ മുട്ടയൊക്കെ വേസ്റ്റ് ചെയ്ത് കളയുന്നവർ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നല്ല ടേസ്റ്റാണ് ഈ മീൻമുട്ടയുടെ, നല്ല ടേസ്റ്റുള്ള കേട്ടോ. കുറച്ച് തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ ഈ മുട്ട പൊരിക്കത്തില്ലേ, അതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കൈയിട്ട് ജസ്റ്റ് അതിൻ്റെ മുട്ടയൊന്നും ഞെരടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? മത്തി വറുക്കുകയും ചെയ്തു, മത്തി കറി വെക്കുകയും ചെയ്തു, മത്തിയുടെ മുട്ട പൊരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.